وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ ബഖറയിലെ 28-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ് ഫാസിഖീങ്ങൾ, ആരാണ് അള്ളാഹുവിനെ ധിക്കരിച്ച അധർമ്മികൾ എന്നത് വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനു മുൻപുള്ള ആയത്തിൽ അള്ളാഹുവിൻ്റെ വഹി, അതിനെ സ്വീകരിക്കുന്ന ആളുകൾ, നിഷേധിക്കുന്ന ആളുകൾ, ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് എന്നത് പറയുകയാണ് ചെയ്തത്. ഇനിയുള്ള ആയത്തിൽ, തൊട്ട് മുൻപുള്ള ആയത്തിൽ അള്ളാഹു അവനെ നിഷേധിക്കുന്ന, അവൻ്റെ കരാർ ലംഘിക്കുന്ന, അള്ളാഹു കൽപ്പിച്ചത് ധിക്കരിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് വിവരിച്ചത്. ഇനിയുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നു, കരാറുകൾ ലംഘിക്കുന്നു, ഇങ്ങനെയെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്കതിന് സാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതാണ് അടുത്ത ആയത്തിൻ്റെ ഉദ്ദേശം. അള്ളാഹു പറയുന്നു, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. കൈഫ, കൈഫയുടെ അർത്ഥം എങ്ങനെ. കൈഫ തക്ഫുറൂന ബില്ലാഹി, തക്ഫുറൂൻ, എങ്ങനെ? തക്ഫുറൂൻ്റെ അർത്ഥം എന്താ? നിഷേധിക്കുന്നു. ആര് നിഷേധിക്കുന്നു? തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിക്കുന്നു. കൈഫ തക്ഫുറൂൻ, നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? തക്ഫുറൂന ബിമാദ? തക്ഫുറൂന ബില്ലാഹ്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത്? അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ, ഖുർആനിലുള്ള ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല, മറിച്ച് ആ ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ഉത്തരമാണ്. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇംഗ്ലീഷിൽ എന്താ പറയുക, റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. ചോദ്യമല്ല അവിടെ ഉദ്ദേശം, മറിച്ച് ഈ ചോദിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊരു ഉത്തരം അതിനുണ്ടോ? ഇല്ല. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹ്, അള്ളാഹുവിൻ്റെ അടിമക്ക് അവൻ മതിയായവനല്ലേ? എന്താ ചോദ്യത്തിന് ഉത്തരം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചോദ്യമാണോ അത്? അല്ല. അതെ, അള്ളാഹു മതി എന്നുള്ളതാണ്. അല്ല, അള്ളാഹു മതിയാവില്ല എന്നൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, അങ്ങനൊരു ഉത്തരം അതിന് നൽകാൻ സാധിക്കില്ല. ഇവിടെ അതുപോലെ തന്നെയാണ്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നത്? എങ്ങനെ നിങ്ങൾക്കതിന് സാധിക്കുന്നു? വകുൻതും അംവാതൻ, നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? വകുൻതും, പൊതുവെ അറബിയിൽ പറയും ഇത് ഹാലിൻ്റെ അവസ്ഥയിലാണ്. അതായത് നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു, നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്നിരിക്കെ, ഇതാണ് നിങ്ങളുടെ ഹാലെന്നിരിക്കെ, ഇതാണ് നിങ്ങളുടെ സ്ഥിതി എന്നിരിക്കെ. വകുൻതും, കുൻതും നിങ്ങൾ ആയിരുന്നു. നിങ്ങളെങ്ങനെ നിഷേധിക്കുന്നു? നിങ്ങളായിരുന്നു. എന്തായിരുന്നു? വകുൻതും അംവാതൻ, നിങ്ങൾ മരിച്ചവരായിരുന്നു. അവിടെ അറബിയിൽ അംവാത്ത് എന്ന് ഉപയോഗിക്കുന്നത് ഒരു ജീവനുള്ള വസ്തു മരിച്ചാൽ മാത്രമല്ല, മറിച്ച് നിർജീവമായ വസ്തുക്കൾക്ക് അറബിയിൽ അംവാത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതായി കാണാം, അംവാത്തുൻ ഗൈറു അഹ്യാ, അംവാത്തുൻ ഗൈറു അഹ്യാ. അത് നിർജീവമായ വസ്തുവാണ് വിഗ്രഹം, അതിൽ ഒരു കാലത്തും ജീവൻ ഉണ്ടായിട്ടില്ല, അത് മരിച്ചിട്ടില്ല. പക്ഷേ നിർജീവമായ വസ്തുക്കൾക്ക് അറബിയിൽ അംവാത്ത് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതേ അർത്ഥത്തിലാണ് ഇവിടെ. വകുൻതും അംവാതൻ, നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ പിതാവിൻ്റെ ബീജമായിരിക്കുന്ന അവസ്ഥയിൽ, അതല്ലെങ്കിൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു അണ്ഡമായി കഴിഞ്ഞ അവസ്ഥയിൽ, നിങ്ങൾക്ക് മേൽ റൂഹ് ഊതപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ എന്തായിരുന്നു? നിർജീവ വസ്തുവായിരുന്നു, നിങ്ങൾക്ക് ജീവനില്ലായിരുന്നു. കുൻതും അംവാതൻ, നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നു. ചിലർ പറഞ്ഞു കുൻതും അദമൻ, നിങ്ങൾ ഒന്നുമേ ആയിരുന്നില്ല, ശൂന്യതയായിരുന്നു. സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനദ് ദഹ്രി ലം യകുൻ
ഷൈഅൻ മദ്കൂറ, പറയപ്പെടാവുന്ന യാതൊന്നുമല്ലാത്ത ഒരു അവസ്ഥ മനുഷ്യന് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ചോദിക്കാൻ, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നത്? കുൻതും അംവാതൻ, നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നു, യാതൊരു ജീവനും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലായിരുന്നു. കുൻതും അംവാതൻ ഫഅഹ്യാകും, എന്നിട്ട് ശേഷം ഫഅഹ്യാകും, എന്നിട്ട് അള്ളാഹു അഹ്യാ, അള്ളാഹു ജീവിപ്പിച്ചു. അഹ്യാകും, നിങ്ങളെ ജീവിപ്പിച്ചു. ഫാഇലാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. മഫ്ഊൽ അൻതും, അല്ലേ, നിങ്ങൾ. ഫഅഹ്യാകും, അള്ളാഹു നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ, പിന്നീട്. നിങ്ങൾ ആദ്യം നിങ്ങൾ അമ്വാത്തുകളായിരുന്നു, പിന്നെ നിങ്ങൾക്ക് ജീവൻ ലഭിച്ചു. എപ്പോഴാണ് ജീവൻ ലഭിച്ചത്? നിങ്ങൾ മാതാവിൻ്റെ ഗർഭപാത്ര റൂഹ് ഊതി ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവായി വന്നു, പിന്നെ പുറത്തേക്കെത്തി, നിങ്ങൾക്ക് ജീവനുണ്ടായി. സുമ്മ യുമീറ്റുക്കും, സുമ്മ, പിന്നീട്, യുമീറ്റുക്കും, അമാറ്റ യുമീറ്റു, അമാറ്റ, മാറ്റ എന്നാണ് മരിച്ചു, അമാറ്റ മരിപ്പിച്ചു. സുമ്മ യുമീറ്റുക്കും, പിന്നീട്, യുമീറ്റു മരിപ്പിക്കുന്നു, യുമീറ്റുക്കും നിങ്ങളെ. ഇവിടെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുമീറ്റു ആരെ മരിപ്പിക്കുന്നത്? അള്ളാഹുവാണ്. യുമീറ്റുക്കും ആരെയാണ് മരിപ്പിക്കുന്നത്? അൻതും, നിങ്ങളെ. പിന്നീട് അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നു. സുമ്മ യുഹ്യീക്കും, സുമ്മ യുഹ്യീക്കും, സുമ്മ പിന്നീട്, യുഹ്യീക്കും പിന്നെ നിങ്ങളെ അള്ളാഹു ജീവിപ്പിക്കുന്നു. ഈ ജീവിതം ഏതാണ്? മരിച്ചതിന് ശേഷമുള്ള ജീവിതമാണ്. അപ്പോൾ ഒന്നാമത്തേത് നിർജീവാവസ്ഥയാണ്, അല്ലെങ്കിൽ ശൂന്യതയാണ്. രണ്ടാമത്തേത് ദുനിയാവിലുള്ള ജീവിതമാണ്. മൂന്നാമത്തേത് ദുനിയാവിലുള്ള മരണമാണ്. സുമ്മ യുഹ്യീക്കും, പിന്നീട് നിങ്ങളെ ജീവിപ്പിക്കുന്നു. രണ്ട് കൗലുണ്ട് മുഫസ്സിരീങ്ങൾക്ക്. ചിലർ പറഞ്ഞു യുഹ്യീക്കും ഫിൽ ബർസഖ്, നിങ്ങളെ ബർസഖിൽ അള്ളാഹു വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു, അതായത് ഖബറിൽ വീണ്ടും നിങ്ങൾക്ക് ജീവൻ നൽകും. അത് ഒരു പരിധിവരെ ദുർബലമായ അഭിപ്രായമാണ്. കാരണം ഇവിടെ ആരെയാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്? പൊതുവെ മുശ്രിക്കീങ്ങളെയാണ്. അവരോട് ഇവിടെ ബർസഖിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഈ ആയത്തുള്ളത്. മറിച്ച് സുമ്മ യുഹ്യീക്കും, സുമ്മ യബ്അസുക്കും, നിങ്ങൾ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. ഖബറിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. മരിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരുന്നതാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇൻഷാ അള്ളാഹ് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്നേതാ? ബർസഖ്, ബർസഖിൽ ജീവിപ്പിക്കും. രണ്ട്, മരിച്ചതിന് ശേഷം ഖബറിന്ന് ബഅസ്, പുനരുദ്ധാനമുണ്ടാകും. എന്തുകൊണ്ട് പുനരുദ്ധാനമാണ് കൂടുതൽ ശരിയായ അഭിപ്രായം എന്ന് പറയാൻ കാരണം, ഇത് കുഫാറുകളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അവർ നിഷേധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ബഅസാണ്, പുനരുദ്ധാനമാണ്. പുനരുദ്ധാനത്തെ സ്ഥിരീകരിക്കാനും സ്ഥാപിക്കാനുമാണ് ഇത്തരം ഒരു സംസാരത്തിൽ പൊതുവെ ഉദ്ദേശിക്കുക. സുമ്മ യുഹ്യീക്കും, പിന്നീട് അള്ളാഹു നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, സുമ്മ പിന്നീട്, ഇലൈഹി ഇലമൻ, ഇലല്ലാഹി അള്ളാഹുവിലേക്ക്, സുമ്മ ഇലൈഹി തുർജഊൻ, അല്ലേ? അതേതാ ഫിഅല്? മജ്ഹൂലാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, റജഅ മടങ്ങി, റജഅ യർജിഉ തുർജഊൻ. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടുന്നത്, അല്ലേ? അതാണ് മജ്ഹൂലിൻ്റെ പ്രയോഗം. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അല്ലാഹുവിലേക്കാണ്, അല്ലെങ്കിൽ അവനിലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. സുമ്മ ഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്ക് മാത്രമാണ് നിങ്ങൾ പിന്നീട് മടക്കപ്പെടുന്നത്. എന്താ അതിൻ്റെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്നത്? കൈഫ തുൻകിറൂന അയ്യുഹൽ മുശ്രിക്കൂൻ, കൈഫ എങ്ങനെ, തുൻകിറൂൻ നിഷേധിക്കുന്നു, കൈഫ തുൻകിറൂൻ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്, അയ്യുഹൽ മുശ്രിക്കൂൻ അല്ലയോ ബഹുദൈവ ആരാധകരെ, മുശ്രിക്കീങ്ങളെ. ഇതെന്തിനാണ് തഫ്സീറിൽ ഇത് പറയുന്നത്? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഖുർആനിൽ ചില ആയത്തുകൾ ചിലരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ അയ്യുഹല്ലദീന ആമനു, ചിലയിടത്ത് വ്യക്തമായി മുഅ്മിനീങ്ങൾ അഭിസംബോധന ചെയ്യും, പക്ഷെ ചിലയിടത്ത് അങ്ങനെ അഭിസംബോധന ചെയ്തോളണമെന്നില്ല. അപ്പോൾ തഫ്സീറിൻ്റെ ഭാഗമാണ് നമ്മളത് പഠിക്കാനുള്ളത്. ഇതാരെ അഭിസംബോധന? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതാണ്, ഇത് മുശ്രിക്കുകളോടുള്ളതാണ്, ഇത് നസാറാക്കളോടുള്ളതാണ്, ഇത് യഹൂദരോടുള്ളതാണ്.
ഇത് മദീനക്കാരോടുള്ളതാണ്. കാരണം ഇതിന് പിന്നിൽ ആശയം കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യം ഉണ്ടായിരിക്കും. കൈഫ തുൻകിറൂൻ അയ്യുഹൽ മുശ്രിക്കൂൻ, ബഹുദൈവ ആരാധകരെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? എന്ത് നിഷേധിക്കുന്നത്? നമ്മൾ ആയത്തിൻ്റെ തഫ്സീറിലത് കൈഫ തക്ഫുറൂന ബില്ലാഹ് എന്നാണ്, നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, അവർക്ക് അങ്ങനെ ഒരു വാദമുണ്ടായിരുന്നില്ല. അള്ളാഹു ഇല്ല എന്ന് അവർ പറഞ്ഞിരുന്നില്ല. പിന്നെ എന്താണ് അള്ളാഹുവിനെ നിഷേധിക്കുക എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കൈഫ തുൻകിറൂന വഹ്ദാനിയത അല്ലാഹി തആല, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഏകത്വം, വഹ്ദാനിയ, അവൻ ഏകനാണ് എന്നത് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതാണ് ഇവിടെ കൈഫ തക്ഫുറൂന ബില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം. നബിമാർ അവരുടെ ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു ഇല്ല എന്ന് അവർ പറഞ്ഞു എന്നല്ല. അതുകൊണ്ടാണ് നബിമാരുടെ ചരിത്രത്തിൽ നിരീശ്വരവാദികളോട് നേരിട്ടുള്ള ഒരു സംസാരം ഖുർആനിൽ എവിടെയില്ല. ഉള്ളതാകെ ഫിറഔനുമായിട്ടുള്ള സംസാരമാണ്. ഫിറഔനാകട്ടെ ഖുർആൻ തന്നെ അള്ളാഹു പറഞ്ഞ പോലെ വജഹദു ബിഹാ വസ്തൈഖനത അൻഫുസുഹും ളുൽമൻ ഉലുവ, അവൻ്റെ നിഷേധം സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ബോധപൂർവമായ നിഷേധമായിരുന്നു. അവൻ്റെ മനസ്സിലാ വിശ്വാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളോട് സംസാരിക്കുമ്പോൾ അവർ അള്ളാഹുവിനെ നിഷേധിച്ചിരുന്നില്ല. ഇത്തരം ആയത്തുകളിൽ നിങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിക്കുകയും അതുപോലെ തന്നെ അള്ളാഹിനെ ആരാധിക്കുകയും ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ സ്നേഹിക്കുകയും അതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവർക്ക് നിങ്ങൾ നേർച്ച നേരുകയും അതുപോലെ നിങ്ങൾ അള്ളാഹുവിന് നേർച്ച നേരുകയും ചെയ്യുന്നത്? ഇത് രണ്ടും എങ്ങനെ നിങ്ങൾ സമമാക്കുന്നു, എങ്ങനെ തുല്യമാക്കുന്നു? നിങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ മരിപ്പിക്കുന്നത് അള്ളാഹുവാണ്, നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്നിരിക്കെ ഇവർക്ക് ഇതിലൊന്നും പങ്കില്ല എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടുത്തെ നിഷേധം ഒരിക്കലും എന്തല്ല, അള്ളാഹു ഇല്ല എന്ന വാക്കല്ല. അതിന് വേണമെങ്കിൽ നമുക്ക് ഖുർആൻ നേരിട്ട് തന്നെ തെളിവ് കണ്ടെത്താൻ പറ്റും. ഖുർആനിലെ അവസാനത്തെ സൂറത്തുകളിലൊന്നിൽ അതുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, യാ അയ്യുൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് നിഷേധിക്കുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് പോലെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇബാദത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നതാണ് അവരുടെ കുഫർ. അതാണ് ഇവിടെ തഫ്സീറിൽ അതാണ് ഇതൊക്കെ പറയുന്നത്. കൈഫ തക്ഫുറൂന വഹ്ദാനിയത അല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഏകത്വം നിഷേധിക്കുന്നത്? വതുശ്രികൂന ബിഹി ഗൈറഹു ഫിൽ ഇബാദ, വതുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു, പങ്കു ചേർക്കുന്നു, അള്ളാഹുവിന് പങ്കു ചേർക്കുന്നു, അവനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കുന്നു. വതുശ്രികൂന ബിഹി ബിമൻ, വതുശ്രികൂന ബിഹി ഐ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. ഗൈറഹു, ഗൈറ മൻ, ഗൈറ അല്ലാഹ്. അഹ്സൻത്. നിങ്ങൾ ദമീർ എങ്ങനെ മനസ്സിലാക്കണം? നിങ്ങൾ അള്ളാഹുവിന് പുറം, അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുന്നു. ആരെ പങ്കു ചേർക്കുന്നു? ഗൈറഹു ഐ ഗൈറ അല്ലാഹ്, അള്ളാഹുവിന് പുറമേ ഉള്ളവരെ, അള്ളാഹുവിന് പുറമേ ഉള്ളവരെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. എന്തിൽ പങ്കു ചേർക്കുന്നു? ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ പങ്കു ചേർക്കുന്നു. അതായത് അള്ളാഹ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹുവിന് പുറമേയുള്ള സൃഷ്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്തിൽ പങ്കു ചേർക്കും. മഅൽ ബുർഹാനിൽ ഖാത്തിഇ അലൈഹാ ഫി അൻഫുസിക്കും, മഅ ഏതിനോടൊപ്പം? അൽ ബുർഹാൻ, ബുർഹാൻ എന്ന തെളിവ്, കേവല തെളിവിനല്ല ബുർഹാൻ അറിയാം, മറിച്ച് വളരെ സ്പഷ്ടമായ തെളിവിനാണ് ബുർഹാൻ അറിയാം. മഅൽ ബുർഹാനിൽ ഖാത്തി', ഖാത്തി' എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല തെളിവ്, എന്താ പറയുക, സത്യവും അസത്യവും രണ്ടായി മുറിച്ചിടുന്ന രൂപത്തിൽ. ഖാത്തി' എന്ന് പറഞ്ഞാൽ ശരിക്കും മുറിക്കാന്നാണ്. ഖണ്ഡിതമായ തെളിവ്, ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത വിധത്തിലുള്ള തെളിവ്. മഅൽ ബുർഹാനിൽ ഖാത്തിഇ അലൈഹ, നിങ്ങൾ ഈ ചെയ്യുന്ന നിഷേധത്തിനെതിരെയുള്ള തെളിവ് എവിടെയുണ്ട്? ഫി അൻഫുസിക്കും, എവിടെയുണ്ട്? നിങ്ങളുടെ സ്വന്തങ്ങളിൽ തന്നെയുണ്ട്. എന്താ നിങ്ങളുടെ സ്വന്തങ്ങളിൽ തന്നെയുള്ള തെളിവ്? നിങ്ങൾ ഇവരൊന്നല്ല പഠിച്ചത്, ഈ വിഗ്രഹങ്ങളല്ല നിങ്ങളെ പഠിച്ചത്, അവരല്ല നിങ്ങൾക്ക് കൈയോ കാലോ മൂക്കോ കേൾവിയോ കാഴ്ചയോ തന്നത്. നിങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകൾ അത് അംഗീകരിച്ചിരുന്നു. നിങ്ങളെ പഠിച്ചത് ഇവരല്ല. എന്തിന്? ചിലപ്പോൾ നിങ്ങളാണ് അവരെ പഠിച്ചിരിക്കുന്നത്. ഈ മണ്ണിലുള്ള വിഗ്രഹത്തെ നിങ്ങളാണ് ഉണ്ടാക്കിയത്, നിങ്ങളെ ഇവരല്ല പഠിച്ചത് എന്നിരിക്കെ, നിങ്ങളെ അള്ളാഹുവാണ് പഠിച്ചത് എന്നിരിക്കെ
കൈഫ തുൻകിറൂന വഹ്ദാനിയത അല്ലാഹ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കുചേർക്കുന്നത്? മനസ്സിലായി നിൽക്കാ പറഞ്ഞത്? അത് അള്ളാഹുവാണ് നിങ്ങളെ പഠിച്ചത്, ഇതിൽ ഇവർക്കൊന്നും പങ്കില്ല. ഫഹംതും? അള്ളാഹുവാണ് നിങ്ങളെ പഠിച്ചത്, അതിൽ ഈ പറഞ്ഞ വിഗ്രഹങ്ങൾക്കോ ലാത്തക്കോ ഉസ്സക്കോ മനാത്തക്കോ ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ ആർക്കും പങ്കില്ല ഈ നിങ്ങളെ പഠിച്ചതിൽ. എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇവരെ കാണുക? അവൻ മാത്രമാണ് നിങ്ങളെ പഠിച്ചത് എന്നിരിക്കെ. മുൻപ് നമ്മൾ പറഞ്ഞ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ തിന്മ അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹു നിന്നെ പഠിച്ചു എന്നിരിക്കെ നീ അവന് പങ്കാളിയെ നിശ്ചയിക്കലാണ്. അപ്പോൾ അതാണ് അവിടെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തമായ തെളിവ്, നിങ്ങളുടെ ഈ മാർഗത്തിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തുന്ന തെളിവ് നിങ്ങളുടെ സ്വന്തങ്ങളിൽ തന്നെയുണ്ട്. ഫലഖദ് കുൻതും, നിങ്ങളായിരുന്നു ഗൈറ മഖ്ലൂഖീന, മഖ്ലൂഖീൻ സൃഷ്ടിക്കപ്പെട്ടവർ. നമ്മൾ മഫ്ഊൽ പഠിച്ചില്ലേ? ഫാഇൽ മഫ്ഊൽ പഠിച്ചില്ല നമ്മൾ? ഫാഇലൂന മഫ്ഊലൂന. ഗൈർ മഖ്ലൂഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? മഖ്ലൂഖ് അല്ലായിരുന്നു, സൃഷ്ടിയേ അല്ലായിരുന്നു. നിങ്ങൾ സൃഷ്ടിക്കപ്പെടാത്ത ഒരു കാലമുണ്ടായിരുന്നു, നിങ്ങൾ സൃഷ്ടിക്കപ്പെടാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഫഔജദകും, വജദ ഉണ്ടായി, ഔജദ ഉണ്ടാക്കി, ഫഔജദകും നിങ്ങളെ അവൻ ഉണ്ടാക്കി. വനഫഖ ഫീകുമുൽ ഹയാത, വനഫഖ നഫഖ ഊതി, ഫീകും നിങ്ങളിൽ, അറൂഹ റൂഹിനെ ഊതി, ആത്മാവ് ഊതി അല്ലേ? നിർജീവമൊരു വസ്തു, ഇതൊരു അജബായ ഒരു കാര്യമാണത്. നോക്കൂ നിങ്ങൾ, നിർജീവമൊരു വസ്തു, ഇതിൽ അള്ളാഹു ആത്മാവ് ഊതിക്കഴിഞ്ഞാൽ, അവൻ്റെ ആത്മാവ് അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചലിക്കാൻ തുടങ്ങുന്നു. ഇമാം അഹ്മദ് അദ്ദേഹം റഹിമഹുല്ലാഹ് കോഴിമുട്ടയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ, കോഴിമുട്ട അതിൻ്റെ തോട് നിർജീവമാണ്, അതിൻ്റെ ഉള്ളിലുള്ളതോ വെള്ളയും മഞ്ഞയും കലർന്ന ദ്രാവകമാണ്. പക്ഷേ അത് കുറച്ചു കാലം ഒരിളം ചൂടിൽ കോഴിയുടെ ചൂട് പറ്റിക്കിടന്നാൽ ആ തോട് പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നതാരാണ്? കേൾവിയും കാഴ്ചയുമുള്ള ഒരു കോഴിക്കുഞ്ഞാണ്. ഇതിലാണ് ഈ പറഞ്ഞ ഇതിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ജീവിയെ സൃഷ്ടിച്ചിരിക്കുന്നു. അജബായ കാര്യമാണ്, അത്ഭുതകരമായ ഒരു കാര്യമാണത്. ഇതേപോലെ തന്നെ മനുഷ്യരുടെ സൃഷ്ടിപ്പും നോക്കൂ, ഭാര്യയും ഭർത്താവും അവർ ഇണചേരുന്നതിലൂടെ ഇതുപോലൊരു മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഒരു ഗർഭത്തിൽ 10 മാസം വളരെയാണ്, ചെറിയ ഒരു കുട്ടി, കൈയും കാലും ഒക്കെ ഉള്ള. അത് തുടക്കത്തിൽ എന്തായിരുന്നു? ഒരു കണികയായിരുന്നു, ബീജകണികയായിരുന്നു. അതാണ് ഗർഭപാത്രത്തിൽ പോയി പറ്റിപ്പിടിച്ച് വളർന്നു വന്നു. അള്ളാഹു അതിൽ റൂഹ് ഊതിയാൽ അതിന് ജീവൻ ലഭിച്ചു തുടങ്ങുന്നു. പിന്നെ അത് വളരുന്നു, കുട്ടിയെ. നമ്മളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇത് ഈ പറഞ്ഞ അത്ഭുതകരമായ സൃഷ്ടിപ്പ് നിങ്ങളിലൂടെ അള്ളാഹു കാണിച്ചു തന്നിരിക്കുന്നു എന്നിരിക്കും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിൽ, അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ, നിങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവ, അവക്കൊന്നും ഇതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സുമ്മ യുമീതുക്കും, സുമ്മ പിന്നീട്, യുമീതുക്കും അവൻ തന്നെ നിങ്ങളെ മരിപ്പിക്കുന്നു. അതായത് രക്ഷപ്പെടാനാകട്ടെ നിങ്ങൾക്ക് ഒരാൾക്കും സാധിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒത്തുപിടിച്ചാലും മരണത്തെ തടയാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കും. അള്ളാഹു ഖുർആൻ പറഞ്ഞു, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തിയ കോട്ടക്കുള്ളിൽ താമസിച്ചാൽ മരണം അതിൻ്റെ ഉള്ളിലേക്ക് വരെ എത്തിപ്പെടുന്നു. ഒരാൾക്കിത് തടഞ്ഞു വെക്കാൻ സാധിക്കുന്നില്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ സുമ്മ യുമീതുക്കും, അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നു. ബഅദ ഇൻഖിദാഇ ആജാലിക്കും, ബഅദ ശേഷം, ഇൻഖിദാ എന്ന് പറഞ്ഞാൽ അവസാനിക്കുക, പൂർത്തീകരിക്കുക, കഴിഞ്ഞു പോവുക. ഇൻഖിദാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി. ബഅദ ഇൻഖിദാഇ ആജാലിക്കും, ആജാൽ ജംഉ അജൽ, അജൽ അജൽ എന്താ? അവധി. ആജാൽ അവധികൾ. ആജാലിക്കും നിങ്ങളുടെ അവധി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹു മരിപ്പിക്കും. ഏതാണ് ഈ അവധി? അല്ലത്തി ഹദ്ദദഹ ലക്കും, ഈ അവധി ഹദ്ദദഹ, പറഞ്ഞ അർത്ഥം കറക്റ്റാണ്, പക്ഷേ ചെറിയ സ്ഥലത്ത് തെറ്റുള്ളൂ. നിർണിതം തന്നെ, പക്ഷേ ഹദ്ദദ ഫിഅലൻ, ഹദ്ദദഹ നിർണയിച്ചിരിക്കുന്നു, ഹദ്ദദഹ ഏത്?
ഹദ്ദദൽ അജാൽ, ആ അവധി നിർണയിച്ചിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക് വേണ്ടി. ആര്? അള്ളാഹു സുബ്ഹാനഹു. അള്ളാഹു നിർണയിച്ച ഒരു അവധി എത്തിയാൽ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. അതിൽ നിന്നൊരു നിമിഷം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇത് മനുഷ്യൻ അവനവനെ തന്നെ അവനൊന്നും സാധിക്കുന്നില്ല, മറ്റുള്ളവർക്കും സാധിക്കില്ല. ഒരാൾക്കും മരണത്തെ തടുക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അത് എന്നിട്ടും ആളുകൾ നമ്മുടെ നാട്ടിൽ ഇതിന് കണ്ടെത്തിയ ദുർബലമായ ന്യായങ്ങൾ നോക്കില്ല. നമ്മുടെ നാട്ടിൽ മനുഷ്യ ദൈവങ്ങൾ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരും മരിക്കുന്നുണ്ട്. ഇതിനെന്തായാലും ന്യായമുള്ളത്? ഇവരും മരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൈവം ഭൂമി വിസിറ്റ് ചെയ്യാൻ വന്നതാണ്, വിസിറ്റ് ചെയ്തിട്ട് പോയതാണ്. മരണത്തെ ഒരാൾക്ക് തടുത്തു വെക്കാൻ സാധിക്കില്ല. എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, എത്ര പണക്കാരനായിട്ടും കാര്യമില്ല, ഇത് തടുത്തു വെക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. മരണം പോകട്ടെ, വാർദ്ധക്യം അവനിലേക്ക് അരിച്ചു കയറുന്നത് പോലും തടുത്തു വെക്കാൻ അവന് സാധിക്കില്ല. വാർദ്ധക്യം പോകട്ടെ, രാവിലെ രാത്രി ഭക്ഷണം കഴിച്ചാൽ അത് വൃത്തികെട്ട ദുർഗന്ധത്തോടു കൂടി ശരീരത്തിൽ നിന്ന് പുറത്തു പോകുക എന്നതൊന്നും ഇല്ലാതെയാക്കാൻ പോലും ആർക്കും സാധിക്കില്ല. ഇതൊക്കെ മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ എത്ര വന്നാലും മനുഷ്യനാണ്, അള്ളാഹു പഠിച്ചതാണ്, അതിനപ്പുറത്തേക്ക് നിനക്ക് കടക്കാൻ പറ്റില്ല. ثم يعيدكم أحياء أو أحياء يوم البعث ثم يعيدكم, പിന്നീട് അവൻ യുഈദു മടക്കുന്നു, യുഈദുക്കും നിങ്ങളെ മടക്കുന്നു, അഹ്യാ എന്തായിട്ട്? ജീവനുള്ളവരായി മടക്കുന്നു. യൗമൽ ബഅസി കണ്ടില്ലേ? തഫ്സീറിൽ നമ്മളെ തഫ്സീറിൽ കൊടുത്തത് ബഅസാണ്. യൗമൽ ബഅസ്, പുനരുദ്ധാന ദിവസം. പുനരുദ്ധാന ദിവസത്തിൽ അള്ളാഹ് നിങ്ങളെ ജീവനുള്ളവരെ തിരിച്ചു കൊണ്ടുവരും. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു. എന്താ ഈ ഖുർആനിൽ പലയിടത്തുള്ള വാക്കാണ് ഇത്? സുമ്മ ഇലൈഹി തുർജഊൻ, ഇലൈഹി തുർജഊൻ. എന്താ അതിൻ്റെ ഉദ്ദേശം? സുമ്മ ഇലൈഹി തുർജഊന ലിൽ ഹിസാബി വൽ ജസാഇ, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഒരായത്ത് അതിൻ്റെ പദാനുപദ അർത്ഥവും ഉദ്ദേശവും വ്യത്യാസമുണ്ട്. നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നു. എന്തിനു മടക്കും? എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ മടക്കപ്പെടുന്നത് എന്തിനാണ്? ലിൽ ഹിസാബ്, വിചാരണക്കാണ്. നിങ്ങളുടെ ഓരോ അമലുകളും അള്ളാഹു വിചാരണ ചെയ്യും. വൽ ജസാഇ, പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ്. ഇതാണ് അതിൻ്റെ തഫ്സീറിൽ ഉള്ള വാക്ക്. ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന ഒന്ന് രണ്ട് പാഠങ്ങൾ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംവാത്ത് എന്ന പദം നിർജീവ വസ്തുക്കൾക്ക് അറബിയിൽ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു നിർജീവമായൊരു വസ്തുവിന് അംവാത്ത്, മയ്യിത്ത് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ആയത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് തെളിവ് കണ്ടെത്തിയിട്ടുണ്ട്. ആയത്തിലൂടെ അനന്തരാവകാശം ഉണ്ടാകുന്നുണ്ട്. ഈ ആയത്തിൽ നിന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആയത്തിൽ. ആയത്തിലുള്ള കുട്ടിയുടെ വിഷയത്തിൽ. എന്താ ആയത്തിലുള്ള കുട്ടിയുടെ വിഷയം? അദ്ദേഹം പറഞ്ഞു, വയറ്റിലുള്ള കുട്ടി അതിന് റൂഹ് ഊതപ്പെടുന്നതിന് മുൻപ് അത് പുറത്തു വന്നാൽ, ചാപ്പിള്ളയായി പുറത്തു വന്നാൽ അതിനെന്തു വേണ്ട? അതിന് ജീവനുള്ള വ്യക്തിയുടെ അവകാശങ്ങളില്ല. ഉദാഹരണത്തിന് റൂഹ് ഊതപ്പെടുന്നതിന് മുൻപ്, അതായത് 4 മാസം സമയം അറിയാം, ആ സമയത്തിന് മുൻപാണ് ഈ കുട്ടി പുറത്തു വരുന്നത് എങ്കിൽ ആ കുട്ടിയെ കുളിപ്പിക്കേണ്ടതില്ല, കുട്ടിക്ക് വേണ്ടി നിസ്കരിക്കേണ്ടതില്ല, അതുപോലെ തന്നെ കഫൻ ചെയ്യേണ്ടതില്ല. കാരണം എന്താ? അദ്ദേഹം തെളിവാക്കിയത് എന്താ? ഞാൻ പറഞ്ഞു, ഹയാത്ത് വന്നിട്ടില്ല, നിർജീവമായ വസ്തുവാണ് അതുവരെ. നിർജീവമായ വസ്തുവിന് ഹയാത്ത് വന്ന് മരിച്ച ഒരു വ്യക്തിയുടെ നിയമങ്ങൾ ബാധകമാവുകയില്ല. അപ്പോൾ അതിന് മുൻപ് വന്നാൽ, പുറത്തു വന്നാൽ ഈ പറഞ്ഞ നിയമങ്ങളില്ല. അതോടൊപ്പം അനന്തര സ്വത്തുമില്ല. ഉദാഹരണത്തിന് കുട്ടിയും ഉമ്മയും മരിച്ചു നിൽക്കുന്നതാകട്ടെ, എന്താ പ്രയാസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ ഉമ്മയുടെ സ്വത്തിൽ ഈ കുട്ടിക്ക് സ്വത്തിന് അവകാശമുണ്ടോ? ഇല്ല. മനസ്സിലായോ പറഞ്ഞു? അപ്പം അതിന് ഈ ആയത്ത് അദ്ദേഹം തെളിവാക്കിയിട്ടുണ്ട്. അത്ഭുതകരമായ കാര്യമാണ് പണ്ഡിതന്മാർ എങ്ങനെയാണ് ആയത്തുകൾ തെളിവാക്കുന്നത് എന്ന്. അതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഇതിലുണ്ട്, കരിദാസിൽ പറഞ്ഞ ചില
തഫ്സീറിൻ്റെ നേർക്ക് നേരെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലല്ല തഫ്സീർ ആയത്തിൻ്റെ മആനി എന്ന് പറയുന്ന ഭാഗം ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ഹുവല്ലദീ കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ സുമ്മ അഹ്യാക്കും എന്നാണ്. ഫഅഹ്യാക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും സുമ്മ ഇലൈഹി. കുൻതും അംവാതൻ സുമ്മ യുഹ്യീക്കും എന്ന് അവിടെ പറഞ്ഞില്ല, അല്ലെങ്കിൽ സുമ്മ അഹ്യാക്കും എന്ന് പറഞ്ഞില്ല. മറിച്ച് അവിടെ പറഞ്ഞത് ഫഅഹ്യാക്കും എന്നാണ്. നമ്മൾ പറഞ്ഞു, മുന്നത്തെ തഫ്സീറിൽ പറഞ്ഞു, വാക്കുകൾ കൂടുന്നതിനനുസരിച്ച് സിയാദത്തുൽ മബ്ന തദുല്ലു അലാ സിയാദത്തുൽ മഅന, വാക്കുകളുടെ ആധിക്യം അർത്ഥത്തിൽ വർധനവുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ചിലർ പറഞ്ഞു കുൻതും അംവാതൻ, നിങ്ങൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിർജീവ വസ്തുവായി കിടക്കുകയായിരുന്നു, ബീജമായി അണ്ടമായി ഇങ്ങനെ. ഫഅഹ്യാക്കും, നിങ്ങൾക്ക് പിന്നീട് അള്ളാഹ് ജീവൻ നൽകി. അത് എത്ര സമയം കൊണ്ടാണ്? ചുരുങ്ങിയ സമയം കൊണ്ടാണ്, 4 മാസം ചില്ലറേ ഉള്ളൂ. പക്ഷേ സുമ്മ യുമീതുക്കും, പിന്നെ മരിപ്പിക്കുന്നത് ഉടനെയാണോ? അല്ല. മനുഷ്യന് കുറച്ച് ജീവിച്ച് ചിലർ 60, ചിലർ 50, ചിലർ 30 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ആൾക്കാർ മരിക്കുന്നത്. പൊതുവെ ജീവൻ നൽകുന്നത് വളരെ പെട്ടെന്നാണ്. കുൻതും അംവാതൻ ഫഅഹ്യാക്കും, അവിടെ ഫ ഉപയോഗിച്ചത് അത് പെട്ടെന്ന് സംഭവിക്കുന്നത് കൊണ്ടാണ്. പിന്നീടുള്ളത് സമയമെടുക്കുന്നുണ്ട്. സുമ്മ യുഹ്യീക്കും സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. സുമ്മ യുഹ്യീക്കും, പിന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു, അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. മനുഷ്യൻ ഖബറിൽ കിടന്ന് ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് അവൻ ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. സുമ്മ ഇലൈഹി തുർജഊൻ, ബഅസ് കഴിഞ്ഞ് മനുഷ്യർ ഈ പറഞ്ഞ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ഹദീസിലൊക്കെ വന്നതുപോലെ ധാരാളം സമയം അവരെ മഹ്ശറിൽ നിർത്തിയതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വിചാരണക്കും പ്രതിഫലം നൽകുന്നതിനുമായി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം, അവിടെ സൂചനയുണ്ട്. ഇത്തരം തഫ്സീറുകൾ നിങ്ങൾ ഒരിക്കലും ഹദീസിൽ വന്നതുപോലെ എടുക്കരുത്. ഇത് പണ്ഡിതന്മാർ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന അവരുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. ഈ ആയത്തിൽ 2 മരണമുണ്ട്, 2 ഇഹ്യാ ഉണ്ട്, 2 ഇമാതത്തുണ്ട്, 2 ഇഹ്യാ ഉണ്ട്. ഇത് സൂറത്തു ഗാഫിറിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റബ്ബന അമത്തന സ്നതൈനി വഅഹ്യൈതന സ്നതൈനി ഫഅതറഫ്ന ബിദുനൂബിന. റബ്ബന, അള്ളാഹുവെ, അമത്തന, നീ ഞങ്ങളെ മരിപ്പിച്ചിരിക്കുന്നു 2 തവണ, വഅഹ്യൈതന സ്നതൈനി, 2 തവണ ജീവിപ്പിച്ചിരുന്നു. 2 മരണം ഏതാ? ഒന്ന് ശൂന്യത, പിന്നൊന്ന് മരണം. 2 ജീവിതം ഏതാണ്? ആദ്യത്തെ ജീവിതം, പിന്നെ പുനരുദ്ധാനം. ഇത് രണ്ടുമാണ്, 2 മരണവും 2 ജീവിതം. അടുത്ത ആയത്തും കൂടി നമുക്ക് എടുക്കാൻ വിചാരിക്കാം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. هو الذي خلق لكم. هو ആരാണ് അവൻ? അപ്പോൾ അള്ളാഹിനെ കുറിച്ച് എവിടെ പറഞ്ഞത്? കൈഫ തക്ഫുറൂന ബില്ലാഹ്, അള്ളാഹുനെ എങ്ങനെ നിഷേധിക്കുന്നു. അപ്പോൾ അള്ളാഹു നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തു. അതോടൊപ്പം അവൻ ചെയ്ത മറ്റൊരു കാര്യം എന്താണ്? ഹുവ, അവനാകുന്നു, അല്ലദീ ഖലഖക്കും, ഹുവല്ലദീ ഖലഖ ലക്കും. മനസ്സിലായി നിങ്ങൾക്ക് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം? ആയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ. കൈഫ തക്ഫുറൂന ബില്ലാഹ്, അള്ളാഹിനെ നിങ്ങളെങ്ങനെ നിഷേധിക്കുന്നു, അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത് മരിപ്പിച്ചത്. പിന്നെ അടുത്ത ആയത്തിൽ പറയണം ഹുവല്ലദീ ഖലഖ ലക്കും, നിങ്ങൾ നിഷേധിക്കുന്നു, ഹുവല്ലദീ ഖലഖ ലക്കും, അവനാകുന്നു അല്ലദീ ഖലഖ ലക്കും. ഖലഖ പടച്ചു, ലക്കും നിങ്ങൾക്ക് വേണ്ടി. ലക്കും 2 അർത്ഥം അതിലുണ്ട്. ലക്കും എന്നത് രണ്ടും ഒരുമിച്ച് കിട്ടാവുന്ന അർത്ഥമാണ്. ലക്കും എന്നാൽ ലി അജ്ലിക്കും, നിങ്ങൾക്കു വേണ്ടിയാണ് പടച്ചത്. ഇതിലുള്ളതൊക്കെ പടച്ചത്, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ്? ലി അജ്ലിക്കും, നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ അർത്ഥം ലി മൻഫഅതിക്കും, നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനാണ്. 2 അതിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ്, അതായത് നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. 2 ലി മൻഫഅതി, നിങ്ങൾക്ക് പ്രയോജനം എടുക്കാനാണ്. വെറുതെ പഠിച്ചതല്ല, നിങ്ങൾക്കത് ഉപകാരമെടുക്കാൻ വേണ്ടിയാണ്. ദുനിയാവിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചതാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ. മാ, ഒരു കാര്യം, ഫിൽ അർദി, ഭൂമിയിലുള്ളത്. പൊതുവെ പറയും ഈ ഇസ്മു മൗസൂൽ ഈ രൂപത്തിൽ വന്നാൽ ഇത് ഉമൂമിനായിരിക്കും. ഇൻഷാ അല്ലാഹ് മൗസൂൽ ഫിഖ്ഹിൽ ഇത് പഠിക്കാനാണ്. ഇത് എല്ലാത്തിനെയും ഉൾക്കൊള്ളും. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദ്,
ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഭൂമിയിൽ പടച്ചതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ആയത്തിൻ്റെ തഫ്സീർ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞേക്കാം, എലി, കൂറ, അതേപോലെ പാറ്റ, കൊതുക്, ഇങ്ങനെയുള്ള പല വസ്തുക്കൾ ഭൂമിയിലുണ്ട്. മനുഷ്യർക്ക് നേരെ നോട്ടത്തിൽ നോക്കിയാൽ അവർക്ക് ഉപദ്രവകരമാണ് എന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ. മുഫസ്സിരിങ്ങൾ ചില പറഞ്ഞു, ഭൂമിയിലുള്ള ഏതൊരു വസ്തുവും ഒന്നല്ലെങ്കിൽ നേർക്ക് നേരെ മനുഷ്യന് ഉപകാരം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അവർക്ക് നേർക്ക് നേരെയല്ലാതെ അതുകൊണ്ടൊരു ഉപകാരമുണ്ട്. ഏത് വസ്തുവാണെങ്കിലും, എലിയാണെങ്കിൽ അത് ഈ പറഞ്ഞ പാറ്റകളെയും മറ്റു തിന്നും, എലിയെ പൂച്ച തിന്നും. അതുപോലെ നിങ്ങൾക്കറിയാം, പണ്ട് ഒരു സമയത്ത് ഏതോ ഒരു നാട്ടിൽ കൃഷി നശിപ്പിക്കുന്ന പക്ഷികളെ ധാരാളം അധികരിച്ചപ്പോൾ ഈ പക്ഷികളെ നാട്ടുകാർ ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ട് പക്ഷികളെ മുഴുവൻ കൊന്നുകളഞ്ഞു. അതോടുകൂടി കൃഷി നശിച്ചു. കൃഷി വന്ന് തിന്നിരുന്ന, ധാന്യം തിന്നിരുന്ന, കുത്തി തിന്നിരുന്ന കിളികളെ കൊല്ലാൻ കൊന്നൊടുക്കിയപ്പോൾ കൃഷിയെ നശിച്ചു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഈ കിളി എന്ത് ചെയ്തിരുന്നു, ധാന്യം മാത്രമല്ല തിന്നിരുന്നു, മറിച്ച് കൃഷി നശിപ്പിച്ചിരുന്ന പുഴുക്കളെ കൂടി അത് തിന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും അല്ലെങ്കിൽ നേർക്കുനേരെ അവന് ഉപകരിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അത് അവന് പ്രയോജനം ചെയ്യുന്നുണ്ടായിരിക്കും. അവന് ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല. പ്രപഞ്ചത്തിലുള്ള എന്താകട്ടെ, ഖലഖലകും മാ ഫിൽ അർദ്, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഈ പ്രപഞ്ചം ശ്രദ്ധിച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവും അവന് വേണ്ടിയാണ് ഇത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. അവനേക്കാൾ വലുപ്പമുള്ള മൃഗങ്ങളുണ്ട്, ആനയെപ്പോലെ. മനുഷ്യനേക്കാൾ വലുപ്പമുള്ള പലതുമുണ്ട്. മനുഷ്യനേക്കാൾ പല ശക്തിയുള്ള വസ്തുക്കളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ മനുഷ്യർക്ക് അവരുടെ ഉപകാരങ്ങൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണെന്ന് ബോധ്യപ്പെടും. നിങ്ങൾക്കറിയാമോ, കുതിരയാണെങ്കിലും ആനയാണെങ്കിലും ഇതൊക്കെ മനുഷ്യനെ എങ്ങനെ ഉപകരിച്ചിട്ടുണ്ട് എന്നത്. ഭൂമിയിൽ എന്തൊരു കാര്യമുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ, മാ ഫിൽ അർദ് എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞേക്കണം, അത് അള്ളാഹു ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജമീഅൻ, എല്ലാം. അതാണ് ജമീഅൻ്റെ അർത്ഥം. മാ ഖലഖലകും മാ ഫിൽ അർദ് എന്ന വാക്കിൽ നിന്ന് തന്നെ അത് കിട്ടും. പക്ഷേ ജമീഅൻ എന്നത് തൗക്കീദിന് വേണ്ടിയാണ്, ഊന്നി പറയാനാണ്. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അവയെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ആ പ്രയോഗം മനുഷ്യർക്കുള്ള പ്രാധാന്യവും സ്ഥാനവും ബോധ്യപ്പെടുത്തുന്നതാണ്. അത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇനിയുള്ള ആയത്തുകളും. കാരണം എന്താ, ഇനി എന്താ ആയത്തുകളുള്ളത്? ഇനിയുള്ള ആയത്തുകൾ എന്താ ഉള്ളത്? ഇനിയുള്ള ഈ ആയത്തിലല്ല, ഇനി അടുത്ത ആയത്തുകൾ എന്താ ഉള്ളത്? അടുത്ത ആയത്ത് എന്താ? എന്താ അതിലുള്ളത്? മനുഷ്യരുടെ പിതാവിനെ പഠിച്ചതിനെ കുറിച്ചാണ്. ഇനി ആദം നബിനെ പഠിച്ചതിനെ കുറിച്ച് ഇനി പറയുന്നത്. മനുഷ്യർക്കുള്ള പരിഗണന എന്താണ് എന്നത് ഈ ആയത്തുകളിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. സുമ്മ ഇസ്തവാ ഇലസ്സമാ വല്ലദീ ഖലഖ ലക്കും, അവനാ നിങ്ങൾക്ക് ഭൂമിയിലുള്ളതെല്ലാം പഠിച്ചത്. സുമ്മ, പിന്നീട്, ഇസ്തവാ ഇലസ്സമാ. ഇസ്തവ എന്ന വാക്ക് ഖുർആനിൽ 3 അർത്ഥത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 3 തരത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, വെറും ഇസ്തവ എന്ന് മാത്രം. ഇസ്തവ എന്ന വാക്ക് മറ്റേതെങ്കിലും ഹർഫിനോട് ചേരാതെ, നമ്മൾ പഠിച്ചില്ല, കലിമത്തുകൾ 3ആണ്, ഇസ്മു, ഫിഅൽ, ഹർഫ്. ഒരു ഹർഫിനോടും ചേർന്ന് വരാത്ത രൂപത്തിൽ വെറും ഇസ്തവ എന്ന വാക്ക് മാത്രമായി വന്നിട്ടുണ്ട്. 2 നിങ്ങൾക്കറിയാം, ഏതാ? അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അർഷുമായി ബന്ധപ്പെട്ട് എന്താ പറയല്? ഇസ്തവ അലൽ അർശി, സുമ്മ ഇസ്തവ അല അൽ അർശി. ഇസ്തവ അല എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ ആയത്തിൽ എങ്ങനെ വന്നിട്ടില്ല? ഇസ്തവ ഇല. ഇസ്തവ എന്ന് മാത്രം ആയി വന്നതിൻ്റെ അർത്ഥം ഐ ഇസ്തതമ്മ വഖമുല, ഒരു കാര്യം പരിപൂർണമായാൽ ഇസ്തവ എന്ന വാക്ക് പറയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം വലുതായി പ്രായമായി അദ്ദേഹത്തിന് ശക്തി വന്നതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എങ്ങനെ? ഫലമ്മ ബലഗ അശുദ്ധഹു വസ്തവ, ഫലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വഇൽമ. മൂസാ നബിയെ കുറിച്ച് പറഞ്ഞാൽ ഫലമ്മ ബലഗ അശുദ്ധ, അദ്ദേഹത്തിന് തൻ്റെ ശക്തി എത്തിയപ്പോൾ, വസ്തവ, അത് പരിപൂർണമായപ്പോൾ, വസ്തവ ആതൈനാഹു
ഹുക്മൻ വ ഇൽമ. സൂറത്തുൽ ഖസസിലായിട്ടാണ്. അപ്പോൾ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം തന്നെ ശക്തി പൂർണ്ണമാവുക. 2 ഇസ്തവ അല. ഇസ്തവ അല എന്നതിൻ്റെ അർത്ഥം ആരോഹണം ചെയ്യുക എന്നുള്ളതാണ്, ഒന്നിനു മുകളിലാവുക. അലാ വർത്തഫ, അതാണ് അള്ളാഹു അർഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇസ്തവ അലൽ. 3 ഇസ്തവ ഇല, അതാണ് ഇവിടെയുള്ളത്, ഈ ആയത്തിലുള്ളത് ഇസ്തവ ഇല എന്നാണ്. അതിൽ ഇബ്നു കസീർ, ഇബ്നു ഉസൈമീൻ, സഅദി ഇങ്ങനെ പലരുടെയും തഫ്സീർ ഇസ്തവ ഇല എന്ന് പറഞ്ഞാൽ ഖസദ എന്നാണ്. ഖസദ ഉദ്ദേശിക്കുക, ലക്ഷ്യം വെക്കുക. സുമ്മ ഇസ്തവ ഇല സമാ, പിന്നീട് അള്ളാഹു ഇല സമാ. അവിടെ സമ ആകാശം എന്ന അർത്ഥം പറയുന്നതിനേക്കാൾ നല്ലത് ഉപരിയാണ്. സമ അതായത് ഭൂമിക്ക് മുകളിലുള്ളതിനെ, ഭൂമിയെ പഠിച്ചു എന്നല്ല പറഞ്ഞത്. സുമ്മസ്തവ ഇലസമ, പിന്നീട് ഭൂമിക്ക് മുകളിലുള്ളതിനെ അള്ളാഹു ലക്ഷ്യം വെച്ചു. ഖുർആനിൽ മറ്റ് ആയത്തുകളിൽ വന്നതുപോലെ സൂറത്തു ഫുസ്സിലത്തിലെ 11-ാമത്തെ ആയത്തിൽ വന്നതുപോലെ സുമ്മസ്തവ ഇലസ്സമാഇ വഹിയ ദുഖാനുൻ, പിന്നെ അള്ളാഹു ആകാശത്തേക്ക്, അതായത് ഭൂമിയുടെ മുകളിലുള്ളതിനെ. പൊതുവെ പടപ്പ് സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണ്? താഴ്ഭാഗം ആദ്യം പടക്കുക, പിന്നെ അതിന് മുകളിൽ മേൽക്കൂര പടക്കുക. ആദ്യം ഭൂമിയെ പടച്ചു, പിന്നീട് സുമ്മസ്തവ ഇലസ്സമ, പിന്നെ അള്ളാഹു ഭൂമിക്ക് മുകളിലുള്ളതിനെ അതിലേക്ക് തിരിഞ്ഞു, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചു. ഈ ആയത്ത് ഇബ്നു കസീറിനെ പോലുള്ളവർ തെളിവാക്കിയിട്ടുണ്ട്. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഭൂമിയാണ്, പിന്നീടാണ് ആകാശം സൃഷ്ടിച്ചത്. സൂറത്തു ഫുസ്സിലത്തിലെ ആയത്തുകൾ അതിന് തെളിവ് നൽകുന്നതാണ്, അതിനെ ബലപ്പെടുത്തുന്നതാണ്. സൂറത്തു ഫുസ്സിലത്തിലെ ആയത്തുകൾ 9 മുതൽ 12 വരെയുള്ള ആയത്തുകളിൽ ആകാശഭൂമിയിൽ സൃഷ്ടിച്ചതിൻ്റെ ദിവസങ്ങളുടെ കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഭൂമിയാണ്, പിന്നീടാണ് ആകാശം സൃഷ്ടിക്കുന്നത്. ചില ആളുകൾ ഈ അടുത്തൊരിക്കൽ ഒരു കുട്ടി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമായി പറഞ്ഞത്, പറഞ്ഞു സൂറത്തു നാസിആത്തിൽ പറയുന്നത് ഭൂമിയെയാണ് രണ്ടാമത് സൃഷ്ടിച്ചത് എന്ന് സൂറത്തു നാസിആത്തിലുണ്ട്. ഇവിടെ സൂറത്തു നാസിആത്തിലുണ്ട്. റഫഅ സംകഹ സവ്വാഹ വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ വൽ അർദ ബഅദ ദാലിക ദഹാഹ. അല്ലേ? അവർ പറഞ്ഞു, ഈ ആയത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആകാശത്തെ പടച്ചു, അതിൻ്റെ റഫഅ സംകഹ, മേൽക്കൂര ഉയർത്തി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വൽ അർദ ബഅദ ദാലിക ദഹാഹ, ഭൂമി അതിനുശേഷം അള്ളാഹു ദഹാഹ. എന്താ അവിടുത്തെ പ്രശ്നം? ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഖൽഖാണ്, ഭൂമി പടച്ചു എന്നാണ്. സൂറത്തു നാസിആത്തിൽ പറഞ്ഞതോ ദഹാഹ എന്നാണ്. ഖൽഖ് വേറെയാണ്, ദഹാഹ എന്ന ആയത്തിൽ പറഞ്ഞത് വേറെയാണ്. ദഹാഹ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഭൂമിക്കുള്ളിലുള്ള വസ്തുക്കൾ പുറത്തു കൊണ്ടുവന്നു എന്നാണ്. ഭൂമിയെ പഠിച്ചത് ആദ്യമാണ്, പിന്നെ അതിനുശേഷം ആകാശത്തെ പഠിച്ചു, പിന്നീട് അതിനുശേഷം ഭൂമിയിൽ ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുവന്നു. ഭൂമിക്കുള്ളിലുണ്ടായിരുന്ന ചെടികൾ, വൃക്ഷങ്ങൾ, ഇവയെല്ലാം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇതാണ് ഞാൻ മുൻപ് പറയാറുള്ളത്, പരിഭാഷ നോക്കിയിട്ട് ചിലപ്പോൾ ആയത്തുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു പ്രശ്നം ഇതാണ്. കുട്ടി പറഞ്ഞു കണ്ടില്ലേ ഈ ആയത്തിൽ, അപ്പോൾ വൽ അർദ ബഅദ ദാലിക ദഹാഹ, ദഹ്വ് വേറെയാണ്, ദഹ്വ് വേറെയാണ്, ഖൽഖ് പറഞ്ഞു. ഈ ആയത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഖൽഖാണ്, പടപ്പാണ്, സൃഷ്ടിപ്പാണ്. മറ്റു ആയത്തുകൾ പറഞ്ഞിട്ടുള്ളത് ഭൂമിക്കുള്ളിൽ നിന്നുള്ള പുറത്തു കൊണ്ടുവരാനുള്ള. സമയം അധികരിച്ചോ? കുറച്ച് സമയം കൊണ്ട് നിർത്താം. ثم استوى إلى السماء فسواهن 7 سماوات. فسواهن അവയെ അള്ളാഹു സംവിധാനിച്ചു, അല്ലെങ്കിൽ ജഅലഹുന്ന അവയെ ആക്കി. 7 സമാവാത്ത് 7 ആകാശങ്ങളായി അള്ളാഹു അവയെ ക്രമീകരിച്ചു. അപ്പോൾ ആദ്യം സമാ എന്ന് പറഞ്ഞു, പിന്നെ സമാവാത്ത് എന്ന് പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞു, സമാ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ളതാണ്. ആ മുകളിലുള്ള ഭാഗത്തെ അള്ളാഹു എന്ത് ചെയ്തു? 7 ആകാശങ്ങളായി ക്രമീകരിച്ചു. മനസ്സിലായി പറഞ്ഞു? വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം. അള്ളാഹു വഹുവ അവൻ ബിക്കുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളെക്കുറിച്ചും അലീം അങ്ങേറ്റം അറിവുള്ളവൻ. അള്ളാഹു വഹ്ദഹു അല്ലദീ ഖലഖ ലി അജ്ലിക്കും കുല്ലമാ ഫിൽ അർദ്. അള്ളാഹു അവൻ മാത്രമാകുന്നു ഖലഖ ലി അജ്ലിക്കും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. കുല്ലമാ ഫിൽ അർദ് യഥാർത്ഥം ഭൂമിയിലുള്ള സർവ്വതും
മിനൻ നിഅം, ഭൂമിയിലുള്ള എന്തൊക്കെ സർവ്വതും എന്ന് പറഞ്ഞാൽ മിനൻ നിഅം, അതിൽപ്പെട്ടതാണ് അനുഗ്രഹങ്ങൾ. അല്ലതി തൻതഫിഊന ബിഹ, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾ തൻതഫിഊൻ, നിങ്ങൾ പ്രയോജനമെടുക്കുന്നു. സുമ്മ ഖസദ ഇലാ ഖൽഖി സ്സമാവാത്ത്, പിന്നീട് അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു. ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത്, അവയെ 7 ആകാശങ്ങളായി സംവിധാനിച്ചു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവനെല്ലാം അറിവുള്ളവനാണ്. ഫഇൽമുഹു മുഹീത്തുൻ ബിജമീഇ മാ ഖലഖ്, ഫഇൽമുഹു, അവൻ്റെ അറിവ് മുഹീത്ത്, പൊതിഞ്ഞിരിക്കുന്നു, ചൂഴ്ന്നിരിക്കുന്നു. ബികുല്ലി മാ ഖലഖ്, അവൻ പഠിച്ചതിനെയല്ല, അവനാണ് പഠിച്ചത് എന്നിരിക്കെ അവൻ എല്ലാത്തിനെയും അറിവുള്ളവനാണ്. ഇതിന് സമാനമായിട്ട് സൂറത്തുൽ മുൽക്കിലുണ്ട്. സൂറത്തുൽ മുൽക്കിൽ ആയത്തല്ല, അള്ളാഹു എല്ലാം അറിയുന്നു എന്നുള്ളത്. അലൈസ അല്ലദീ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, ആയത്തല്ല തുറക്കോ, അതായത് സൂറത്തുൽ മുൽക്കിലായത് എനിക്കും കിട്ടുള്ള. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അലാ യഅലം, അറിയുകയില്ല, മൻ ഖലഖ, പഠിച്ചവൻ. ഓക്കെ, അതേ കാര്യമാണ് ഇവിടെയുള്ളത്. ആയത്തുകൾ തമ്മിലുള്ള ബന്ധം നിൽക്കൽ കാണാം. പഠിച്ചവന് എല്ലാം അറിയാം, അതായത് അവന് ആരാണോ പഠിച്ചവനെ അറിയാം. അതേ കാര്യമാണ് അപ്പുറത്തെ ആയത്തിലുള്ളത്, മുൽക്കിലുള്ളത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ശരി, ഈ ആയത്തിൽ ഈ 2 ആയത്തുകൾ നോക്കൂ നിങ്ങൾ. ഈ 2 ആയത്തുകളിൽ ഒരു ചേർച്ചയുണ്ട്. തൊട്ടു മുൻപുള്ള ആയത്ത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആയാത്തുൻ ഫിൽ അംഫുസ്, മനുഷ്യരുടെ ശരീരങ്ങളിലുള്ള ആയത്തുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. വല്ലദി ഖലഖക്കും സുമ്മ, ഈ ആയത്ത് ആയാത്തുൻ ഫിൽ ഉഫുഖ് ഔ ഫിൽ ആഫാഖ്, ഈ ആയത്ത് ചക്രവാളങ്ങളിലെ ദൃഷ്ടാന്തങ്ങളിലേക്കാണ് സൂചന നൽകുന്നത്. ഇത് രണ്ടും ഖുർആൻ പലയിടത്തും ഉപയോഗിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടത്തും, ഉദാഹരണത്തിന് സൂറത്തു ഫുസ്സിലത്തിൽ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, നാം അവർക്ക് ആയത്തുകൾ കാണിക്കുന്നത്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എവിടെ? ഫി അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളിൽ, വഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിൽ. അതായത് നിങ്ങൾക്ക് ദൃഷ്ടാന്തം നിങ്ങളോട് ഏറ്റവും അടുത്തുണ്ട്, ഏറ്റവും ദൂരെയുണ്ട്. നിങ്ങളോട് ഏറ്റവും അടുത്ത് ഏതാണുള്ളത്? നിങ്ങളുടെ സ്വന്തം ശരീരമാണ്. അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിലുമുണ്ട്. ഇപ്പോൾ മുഴുവൻ ദൃഷ്ടാന്തങ്ങളുണ്ട്, എവിടെയും ദൃഷ്ടാന്തമുണ്ട്. നിങ്ങളുടെ സ്വന്തത്തിലുണ്ട്, ഫിൽ ആഫാഖ്. ഇതേ കാര്യം ഈ ആയത്തിലുണ്ട്. തൊട്ട് മുൻപ് ഇതേ രണ്ട് രീതി കുറച്ച് മുൻപുള്ള ആയത്തുകൾ കടന്നുപോയിട്ടുണ്ട്. അതെവിടെയാണ്? ഇത് രണ്ട് ചേർത്ത് പറയാനുള്ളത്. ആയാത്തുൻ ഫിൽ അൻഫുസ് വആയാത്തുൻ ഫിൽ ആഫാഖ്, സ്വന്തങ്ങളിലും ആഫാഖുകളിലുമുള്ള ദൃഷ്ടാന്തം. ഇതേ കോർവയിൽ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എവിടെ ആയത്ത്? അശ്ഹദ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാ. രണ്ട് സ്ഥലത്തെ ഇത് ആവർത്തിക്കുന്നത്. ആയാത്തുൻ ഫിൽ അൻഫുസ് വആയാത്തുൻ ഫിൽ ആഫാഖ്. وهو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. وهو بكل شيء عليم എന്ന ആയത്ത്, അല്ലെങ്കിൽ ഈ ആയത്തിൽ രണ്ട് തർബീയത്തുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്വന്തം നഫ്സുമായി ബന്ധപ്പെട്ട 2 പാഠങ്ങൾ ഉണ്ട്. പല പാഠങ്ങളുണ്ട്, അതിൽ 2 പാഠങ്ങൾ. ഒന്ന്, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം എന്നതാണ്. അവൻ പറഞ്ഞു ഹുവ അല്ലദീ ഖലഖ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചത്. ഇത് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. 2, വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹ് എല്ലാം അറിയുന്നു എന്നുള്ളതാണ്. അത് മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞതുപോലെ ആകാശലോകത്ത് നിന്ന് ഇതിനേക്കാൾ ശക്തിയുള്ള മറ്റൊരു താക്കീത് വേറെ ഇറങ്ങിയിട്ടില്ല എന്നാണ്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്നതിനേക്കാൾ വലിയ താക്കീത്, നരകത്തെക്കുറിച്ചുള്ള താക്കീതിനേക്കാൾ, പഴയകാല സമൂഹങ്ങളുടെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതിനേക്കാൾ ശക്തമാണ് വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം എന്ന താക്കീത്. അത് യഥാർത്ഥത്തിൽ നേർക്ക് നേരം നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിലെ താക്കീത് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല. പക്ഷേ അതാണ് ഏറ്റവും ശക്തമായത്.
കാരണം എന്തെല്ലാം ചെയ്താലും റബ്ബിന് അറിയാം. നിൻ്റെ ഉദ്ദേശം അറിയാം, ലക്ഷ്യമറിയാം, നീ എന്താണ് രഹസ്യത്തിൽ ചെയ്യുന്ന പരസ്യത്തിൽ എല്ലാം അള്ളാഹുവിന് അറിയാം. അള്ളാഹു എല്ലാം അറിയുന്നു എന്നതാണ് ഏറ്റവും ശക്തമായ താക്കീത്. ആകാശലോകത്തിന് ഇതുപോലെ ശക്തിയുള്ള മറ്റൊരു താക്കീത് അവതരിച്ചിട്ടില്ല എന്ന് മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ആയത്ത് ഫിഖ്ഹിലെ ഒരു പ്രധാന ഖാഇദക്കുള്ള തെളിവായി പണ്ഡിതർ. ആയത്ത് യഥാർത്ഥത്തിൽ എന്തിനെ കുറിച്ചാണ്? മുശ്രിക്കീങ്ങളോട് സംസാരിക്കുന്ന ഒരു ആയത്താണ്. പക്ഷേ ഈ ആയത്ത് ഫിഖ്ഹിൽ ഒരു 2 അടിസ്ഥാനങ്ങൾക്ക് തെളിവാണ്. ഏതേ 2 അടിസ്ഥാനം? ഒരു അടിസ്ഥാനം അവർ പറഞ്ഞു, അൽ അസ്ലു ഫിൽ അഷ്യാഇ അൽ ഇബാഹ ഇല്ലാ മാ ദല്ലത് ദലീലു അല തഹരീം. എല്ലാ വസ്തുക്കളും മുബാഹാണ്, അനുവദനീയമാണ്, ഹലാലാണ് എന്നതാണ് പൊതു അടിത്തറ. അൽ അസ്ലു ഫിൽ അഷ്യാഇ അൽ ഇബാഹതു. എല്ലാ വസ്തുക്കളും അനുവദനീയമാണ് എന്നതാണ് പൊതു അടിത്തറ. ഇല്ലാ മാ ദല്ലത് ദലീലു അല തഹരീം. ഹറാമാണെന്ന് വ്യക്തമായ തെളിവ് വന്നതൊഴികെ. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഉപയോഗിക്കാം. ഒരു പക്ഷിയെ കിട്ടി, അതിനെ അറുത്ത് തിന്നുമ്പോൾ ഈ പക്ഷി ഹലാലാണെന്നതിന് പ്രത്യേകം തെളിവ് വേണോ? ഇല്ല, പക്ഷിയായാൽ മതി, അത് അനുവദനീയമാണ്. മൃഗം അറുത്ത് തിന്നുമ്പോൾ ഓരോ മൃഗത്തിനും പ്രത്യേകം തെളിവ് വേണോ? ഇല്ല. ഹറാമിന് മാത്രമേ ഭൗതിക വസ്തുക്കളിൽ തെളിവിൻ്റെ ആവശ്യമുള്ളൂ. പന്നി ഹറാമാണ്, എന്തുകൊണ്ട് ഹറാമായി? അള്ളാഹ് പറഞ്ഞതുകൊണ്ട്. ശവം ഹറാമാണ്, എന്തുകൊണ്ട് ഹറാമായി? അള്ളാഹ് അത് ഹറാമാണെന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞു ഹലാൽ ബഹ്റാൻ, കടലാണ്. ഹറാം എണ്ണി പറയപ്പെട്ടതാണ്. അപ്പോൾ കുറച്ച് കാര്യം പറ്റാത്തതുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹം കഴിക്കുമ്പോൾ, സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ എന്താണ്? ദുനിയാവിലെ എല്ലാ സ്ത്രീയും നിനക്ക് അനുവദനീയാണ്, ആകെ കുറച്ച് സ്ത്രീകളെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റാത്തുള്ളൂ. ഉമ്മ, മോൾ, മകള്, സഹോദരി, ഇങ്ങനെ വിവാഹം കഴിക്കാൻ സ്ത്രീകൾ എല്ലാവരും അനുവദനീയമാണ്, കുറച്ചൊഴികെ. എല്ലാ ഭക്ഷണവും ഹലാലാണ്, ചില ഭക്ഷണം ഒഴികെ. ഭക്ഷണം ആകെ ഹറാമ എണ്ണി പറഞ്ഞിട്ടുള്ളൂ. ഹലാൽ ഒരിക്കലും എണ്ണി പറയാൻ നിന്നാൽ നടക്കൂല, കാരണം അതിന് മാത്രം ഹലാലുണ്ട്. ഈ ആയത്ത് അതിന് തെളിവാണ്. എങ്ങനെ ഈ ആയത്ത് തെളിവാകും? വല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ. അള്ളാഹ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ പഠിച്ചത്, നിങ്ങൾക്ക് വേണ്ടി പഠിച്ചിരിക്കുന്നു എന്നത് ഒരു നിഅമത്തായി എടുത്തു പറഞ്ഞതാണ്. ഒരു കാര്യം നിഅമത്താണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റണം. ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അത് ഹലാലായിരിക്കണം. വല്ല ഹലാലാണ്, ഹറാമാണെന്ന് വ്യക്തമായി തെളിവാണ്. പോലെ ഉദാഹരണത്തിന് വസ്ത്രം, എല്ലാ വസ്ത്രം ഹലാലാണ്, പാടില്ലെന്ന് പറഞ്ഞ പട്ടു പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് പാടില്ലെന്ന് വ്യക്തമായി തെളിവ് വന്നുള്ളൂ. അതിന് സ്ത്രീകൾക്ക് പറ്റും. നോക്കൂ, തെളിവ് വന്ന് മാത്രം. സ്വർണം ദുനിയാവിലെ വസ്തുവാണ്, ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ലേ? ഉപയോഗിക്കുക, ഹലാലാണ്. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് പാടില്ല? വ്യക്തമായി തെളിവ് വന്നുകൊണ്ട്. അപ്പോൾ ഹലാൽ, എല്ലാം ഹലാലാണ്, ദുനിയാവിലെ വസ്തുക്കളൊക്കെ ഹലാലാണ്, ഹറാമാണെന്ന് തെളിവ് വന്നതുപോലെ. ഇതേപോലെ തന്നെ ഇത് പൊതു അടിത്തറയാണ്. കുറച്ചുകൂടി ഫിഖ്ഹിലെ മൊത്തം നിയമങ്ങളെ ഇത് ഉൾക്കൊള്ളും. എന്നാൽ ഇതിനേക്കാൾ പ്രത്യേകമായ ഒരു പ്രത്യേക ബാബിലേക്ക് മാത്രം ഒതുക്കാവുന്ന മറ്റൊരു തെളിവ് കൂടിയുണ്ട്, മറ്റൊരു അടിത്തറ കൂടിയുണ്ട്. അവർ പറഞ്ഞു അൽ അസ്ലു ഫിൽ അഷ്യാഇ അത്ത്വഹാറ ഇല്ലാ മാ ദല്ലത് ദലീലു അലാ നജാസതിഹി. വസ്തുക്കളെല്ലാം ശുദ്ധിയുള്ളതാണ്, നജസാണെന്ന് വ്യക്തമായ തെളിവ് വരാത്തിടത്തോളം എല്ലാ വസ്തു ഹലാലാണ്, എല്ലാ വസ്തു ശുദ്ധിയുള്ളതാണ്. ഇത് ശുദ്ധിയുള്ളതാണ്, ഇത് ശുദ്ധിയുള്ളതാണ്, ഇത് ശുദ്ധിയുള്ളതാണ്, എല്ലാം ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ജലദോഷം വന്നു, മൂക്കിന്ന് വരുന്ന അത് നജസാണോ? അല്ല. എന്തുകൊണ്ട് നജസല്ല? പറയുമ്പോൾ അത് മാലിന്യമാണ്, അത് മാലിന്യമാണ്, പക്ഷെ നജസല്ല. നജസ് എന്നത് ഇസ്ലാമിൽ പ്രത്യേകമായി തെളിവ് വന്നാൽ മാത്രം സ്ഥിരപ്പെടുന്ന വിശേഷണമാണ്. അതിന് വെറുതെ തെളിവ് വരണം. ഇപ്പോൾ മൂത്രം നജസാണ്, വിസർജ്യങ്ങൾ നജസാണ്. നായയുടെ നജസ് നിങ്ങൾക്കറിയാം, അത് എന്തുകൊണ്ട് നജസായി? വ്യക്തമായ തെളിവ് വന്നതുകൊണ്ടാണ് അത് നജസായത്. അപ്പോൾ തെളിവ് വരാത്തിടത്തോളം വസ്തുക്കളെല്ലാം ശുദ്ധിയുള്ളതാണ്, നജസാണെന്ന് വ്യക്തമായ. ഇത് രണ്ട് ഖാഇദകളാണ്. അൽ അസ്ലു ഫിൽ അഷ്യാഇ അൽ ഇബാഹ ഇല്ലാ മാ ദല്ലത് ദലീലു അലാ തഹരീം. അൽ അസ്ലു ഫിൽ അഷ്യാഇ അത്ത്വഹാറ ഇല്ലാ മാ ദല്ലത് ദലീലു അലാ നജാസതിഹി.
നജസാകുക ഏത് മാത്രം, എങ്ങനെ അത് തെളിവാക്കിയത് ഈ ആയത്തിൽ എങ്ങനെ തെളിവാവാം? നേരത്തെ പറഞ്ഞ അതേ രീതി തന്നെ. കാരണം വസ്തുക്കളെല്ലാം നജസാണ് എന്നതായിരുന്നു പൊതു അടിത്തറയെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ദുനിയാവിലെ വസ്തുക്കളൊക്കെ ശുദ്ധിയുള്ളതാണ്, നജസാണെന്ന് വ്യക്തമായ തെളിവാണ്. നോക്കൂ, ആയത്തുകളിൽ പണ്ഡിതന്മാർ തെളിവെടുക്കുന്ന രൂപം നോക്കൂ. പറയുമ്പോൾ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഒരു പൊതുവായ വിഷയത്തിലാണ്, പക്ഷെ അതിൽ ഫിഖ്ഹിൻ്റെ തെളിവുണ്ട്. പല വിഷയങ്ങൾക്കും പലതിലും തെളിവുകളുണ്ട്. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം വബറക നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.